ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. അതായത് ജയ്പൂരിൽ അമേരിക്കൻ എയർഫോഴ്സ് വിമാനങ്ങൾ പറന്നിറങ്ങി എന്നുള്ളതും, പിന്നെ ഇസ്രായേലിലെ മിലിറ്ററി പ്ലെയിനുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ചില മണിക്കൂറുകൾക്ക് മുമ്പ് പറന്നിറങ്ങി എന്നുള്ള റിപ്പോർട്ടുകളുമാണ് നമ്മൾ പുറത്തുവിട്ടത്. അത് നമുക്ക് ആധികാരികമായിട്ട് കിട്ടിയ സോഴ്സുകളിൽ നിന്ന് പുറത്തുവിട്ട വാർത്തയാണ്. ആ വാർത്ത വല്ലാത്ത കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ. പല മാധ്യമങ്ങളും ആ വാർത്ത അതിനുശേഷം ഏറ്റുപിടിച്ചിട്ടുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങൾ. പക്ഷെ നാഷണൽ മീഡിയാസിൽ ഇത് കാണാനായിട്ട് സാധിക്കില്ല. ഞാൻ തിരഞ്ഞു നോക്കിയായിരുന്നു, നാഷണൽ മീഡിയാസ് ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അതിന്റെ താഴെ വന്ന ചില കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ന്യൂസ് പരത്തുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഫേക്ക് ന്യൂസ് അടിക്കുന്നത്, ഈ വാർത്ത വേറൊന്നിലും വന്നിട്ടില്ലോ, ഈ വാർത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു സംഭവം പുറത്ത് അതിന്റെ താഴെ കമന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചർച്ച അതൊരു 3 ലക്ഷം ആൾക്കാരോളം കണ്ടു കഴിഞ്ഞു. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം 2 ലക്ഷത്തോട് അടുക്കുന്നു. കാരണം ഏകദേശം 5 ലക്ഷത്തിലധികം ആൾക്കാരിലധികം ആ വാർത്ത കണ്ടു കഴിഞ്ഞു. അപ്പോ ഇന്ന് ആ വാർത്ത പാകിസ്ഥാനി മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. പാകിസ്ഥാനി മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുകയാണ്. ഒരു പടി കൂടെ കടന്ന് പാകിസ്ഥാനി മാധ്യമങ്ങൾ പറയുകയാണ് 25 അംഗ മൊസാദ് ടീം കശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം രഹസ്യ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് പാകിസ്ഥാനി മാധ്യമങ്ങൾ ഇന്ന് പറയുന്നത്. അപ്പോ ന്യൂസ് ഇന്ത്യ മലയാളമാണ് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പുറത്തുവിട്ട ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത്. വേറെ ഒരു സാറ്റലൈറ്റ് മീഡിയ പോലും പുറത്തുവിട്ടില്ല. ഇന്ന് ഇന്ത്യ ഇസ്രായേൽ നെക്സസ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഒരു ഭീകരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനി മാധ്യമങ്ങൾ ആ വാർത്ത ചർച്ച ചെയ്യുകയാണ്. 25 അംഗ മൊസാദ് ടീം അവിടെ വന്ന് പണിയെടുക്കുകയാണ്, ഇന്ത്യ ഇസ്രായേൽ നെക്സസ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ് പാകിസ്ഥാനി മാധ്യമങ്ങൾ ലോക രാജ്യങ്ങളോട് വിളിച്ചു പറയാണ്. പാകിസ്ഥാനി മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ലോക രാജ്യങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇതൊരു വലിയൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഇത് ഞങ്ങളെ രക്ഷിക്കണം, ലോക രാജ്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം, ഇന്ത്യ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ കൃത്യമായിട്ട് പാകിസ്ഥാനി മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വാർത്ത കൊടുമ്പിരി കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ വാർത്ത ചർച്ച ചെയ്തതും ചർച്ചയ്ക്ക് തുടക്കമിട്ട ആദ്യത്തെ മാധ്യമം എന്ന് പറയുന്നത് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളമാണ്. കേരളത്തിലുള്ള ഒരു കുഞ്ഞു ഓൺലൈൻ മാധ്യമം, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഞങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ എന്താണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിന്റെ താഴെ ഒരു സുഡാപ്പി ഒന്ന് കമന്റ് അടിച്ചിരിക്കുകയാണ് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് തോന്നി ഫേക്ക് ന്യൂസ് എന്ന് സുഡാപ്പികൾ പറയുന്നതിൽ നമുക്ക് വലിയ അതിശയമൊന്നുമില്ല. കാരണം ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം നടന്നിട്ടില്ല, അതുപോലും ഫേക്ക് ആണെന്നാണ് ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ വൺ പോലും പറഞ്ഞു വരുത്തുന്നത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത്? 25 അംഗ മൊസാദ് ടീം കശ്മീരിൽ വന്ന് വലിയൊരു ഹാവോക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന സീ ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്, അത് ഞാൻ കണ്ടിരുന്നു. അവർ പറയുന്നത് 48 മണിക്കൂർ നിർണായകമാണെന്നാണ് പറയുന്നത്. 48 മണിക്കൂറിനകം എന്തും സംഭവിക്കാമെന്നാണ് സീ ന്യൂസ് പറയുന്നത്. ഇതിനിടയിൽ ജമ്മു കശ്മീരിൽ ആശുപത്രികൾക്ക് ഒരു അടിയന്തരമായിട്ടുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സജ്ജരാകണം എന്നുള്ളതാണ്. ആബ്സെന്റ് ആയിട്ടുള്ള സകല ആരോഗ്യ പ്രവർത്തകരും തിരിച്ചെത്തണം, ഡോക്ടർമാര്, നഴ്സുമാര്, അറ്റൻഡർമാര്, സകല ആൾക്കാരും തിരിച്ചെത്തണം. വലിയ രീതിയിലുള്ള ഒരു സംഭവ വികാസം നടക്കാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു അർത്ഥമായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാനായിട്ട്. അതിനിടയിലാണ് പാകിസ്ഥാനി മാധ്യമങ്ങൾ ഇപ്പോൾ നിലവിളിക്കുന്നത് ഇസ്രായേല് ഇവിടെ വന്ന് 25 അംഗ ടീം മൊസാദ് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യവുമായിട്ട് സംയുക്തമായിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, രഹസ്യ നീക്കം നടത്തുകയാണ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് രഹസ്യ നീക്കം, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മള് പലപ്പോഴും ഈ ഒരു രാജ്യങ്ങൾ ഈ യുദ്ധം സമാനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം, ഇന്ത്യ എന്നല്ല ലോകത്ത് ഒരു രാജ്യം അവരുടെ ഡീറ്റെയിൽസുകൾ ഒരിക്കലും പുറത്തു വിടാറും മറ്റുമില്ല. പിന്നെ എങ്ങനെയാണ് ഡീറ്റെയിൽസുകൾ നമ്മൾ അറിയുന്നത് എന്ന് വെച്ചാൽ അത് ഒഫീഷ്യലായിട്ട് ഒരിക്കലും പറയില്ല. എത്ര പട്ടാളക്കാര് നമുക്കുണ്ടെന്ന് പറയൂ? ഇല്ല. എത്ര പട്ടാളക്കാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്ന് പറയൂ? ഇല്ല. എത്ര ഷിപ്പ് ഉണ്ടെന്ന്, ഇതൊന്നും ആ ഒരു രാജ്യവും പറയാറില്ല. എന്നാല് നമ്മള് നമുക്ക് കിട്ടുന്ന സോഴ്സുകളുണ്ട്. സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ്. അതായത് ഈ സൈനിക മേധാവികൾ, ഇന്റലിജൻസിൽ വർക്ക് ചെയ്തവർ, മിലിറ്ററി ഇന്റലിജൻസിൽ വർക്ക് ചെയ്തവർ, ഇത് ഇന്ത്യയിൽ മാത്രമുള്ളവരല്ല. ഇന്ത്യക്ക് പുറത്ത് വിവിധ രാജ്യങ്ങളിൽ ഇത്തരക്കാരുണ്ട്. അതായത് ഇന്ത്യയുടെ മാത്രമല്ല, എല്ലാ രാജ്യത്തു നിന്നും റിട്ടയർഡ് ആയവരുണ്ട്. ഈ എന്തായാലും വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. റിട്ടയർഡ് അത് അവർക്കൊക്കെ ഓരോ ഫോറംസും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഗ്രൂപ്പുകളും ലോകത്തെമ്പാടുമുണ്ട്. അത് പ്രത്യേകിച്ച് ഡിഫൻസ് സൈറ്റുകളും ഓൺലൈനുകളും ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മൾ ആ ന്യൂസിനെ അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. കാരണം അവർക്കത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഡിഫൻസിന്റെ 10-15 ഓൺലൈൻ തന്നെ ഉണ്ട്, ഡിഫൻസ് ന്യൂസുകൾ മാത്രം കൊടുക്കുന്ന ഓൺലൈൻ ലോകത്ത്, അതായത് ഫേമസ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ വാർ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളും ഈ വാറിന്റെ ഈ തിയറികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന അനവധി ഗ്രൂപ്പുകളും മറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ അത്തരത്തിലും ഗ്രാഹ്യമായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം
നമ്മുടെ രാജ്യം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഒരിക്കലും ഒരു രാജ്യം ഒഫീഷ്യലായിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുകയോ അതിന്റെ ചിത്രങ്ങൾ പകർത്തി കൊടുക്കുകയോ ഒന്നും സാധാരണഗതി ചെയ്യാറില്ല. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു വാർത്ത നമുക്ക് കിട്ടിയ സോഴ്സാണ്. ഈ സോഴ്സുകൾ പലപ്പോഴും തെറ്റാം, അതൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല. അത് ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകരോടും മറ്റും പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം ലഭിക്കുന്ന സോഴ്സുകൾ കൃത്യമാകണമെന്നില്ല. ചിലപ്പോൾ ഇന്ന് രാജിവെക്കും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിൽക്കുന്ന ഒരാൾ നമുക്ക് തരുന്നു, അതിന് ചിലപ്പോൾ ഇന്നല്ല, ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ രാജിവെച്ചില്ലെന്നും വരാം. ഈ സോഴ്സുകൾ ഇങ്ങനെ വരാറുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. ഈ പാകിസ്ഥാൻ മീഡിയ, ഞാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന ഒരു മീഡിയയാണ്. അവര് ശരിക്കും ഇന്ത്യയില് ഈ യുദ്ധത്തെ കുറിച്ച് അധികം മീഡിയാസ് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ പാകിസ്ഥാനിൽ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇടതടവില്ലാതെ അവരുടെ എല്ലാ ന്യൂസ് ചാനൽസും ഈ യുദ്ധം ഉണ്ടായതുപോലെയാണ് അവരുടെ ചർച്ച പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ ഉപയോഗിക്കും, അങ്ങനെയുള്ള ചർച്ചകൾ. അതായത് ചർച്ചയിലൊക്കെ പങ്കെടുപ്പിച്ചിരിക്കുന്നത് അവരുടെ ഈ യുദ്ധ വിദഗ്ധര്, നയതന്ത്ര മുൻ വിദഗ്ധര്, അതുപോലെ തന്നെ മുൻ അംബാസഡർമാര്, മുൻ സൈനിക മേധാവികൾ, ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നിരന്തരം മാരത്തോൺ ചർച്ചയാണ് നടക്കുന്നത് മാധ്യമങ്ങൾ. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് മാരത്തോൺ ചർച്ചയുണ്ട്. കാരണം ഇതിനകത്ത് ഒരു റീസൺ ഉണ്ട്. ഈ ഇസ്രായേൽ ഇതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതിന് സ്ട്രോങ് ആയിട്ട് ഒരു റീസൺ ഉണ്ട്. കാരണം ഇസ്രായേലിന് മുമ്പും ഇന്ത്യയുടെ ഈ ഇതിനുള്ള യുദ്ധകാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. കാർഗിൽ യുദ്ധ സമയത്ത് അവരുടെ ഒരു വലിയ സഹായം നമ്മൾ തേടിയിട്ടുണ്ട്, നമുക്കത് ലഭിച്ചിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹമാസിനെ വലിയ രീതിയിൽ നിലംപരിശാക്കിക്കൊണ്ട് ഇസ്രായേൽ മുൻപോട്ട് പോകും. പക്ഷെ ഇപ്പോഴും ഹമാസ് സജീവമായി നിൽക്കുന്നു. അതിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ടല്ല ഹമാസ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള കാര്യം ലോകത്തിന് എല്ലാവർക്കും അറിയാം. കാരണം ഇറാൻ ഇപ്പൊ അവരെ സഹായിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഹൂത്തികളെ സഹായിക്കണമായിരുന്നു, അവരെ സഹായിച്ചിട്ടില്ല. കാരണം ട്രംപിന്റെ ഒരു വരട്ടിൽ തന്നെ അവർ സഹായങ്ങളൊക്കെ നിർത്തിവെച്ചു. പിന്നെ ഇനിയിപ്പോ അവരായി അവരുടെ കാര്യമായി എന്ന നിലയിലേക്കാണ് അവർ പോകുന്നത്. അതിനിടയ്ക്ക് ഇന്ത്യക്ക് ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തു തരാം, ഞങ്ങൾ മധ്യസ്ഥ വഹിക്കാന്നൊക്കെ പുള്ളി പറഞ്ഞു. പാവങ്ങൾ പോട്ടെ. അപ്പം അപ്പോൾ ഇവർക്ക് കിട്ടുന്ന വെപ്പൺസ് ഉണ്ട്, ഈ ഹമാസിന് കിട്ടുന്ന വെപ്പൺസും മറ്റുള്ള പിന്തുണയും കിട്ടുന്നത് ഇത് പാകിസ്ഥാനിൽ നിന്നാണ്. ഇത് നേരത്തെ വന്നിരുന്നൊരു വാർത്തയാണ്. ഇത് പാകിസ്ഥാനിൽ എപ്പോഴാണ് ഇത് കിട്ടാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ അവരുടെ പുതിയ സൈനിക മേധാവിയായി മുനീർ അധികാരമേൽക്കുമ്പോൾ മുതലാണ് ഈ പറയുന്ന ഹമാസിനെ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമം ഈ മുനീർ നടത്തി. അതിന് അദ്ദേഹം ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലടക്കം ഉള്ള ISIS മൊഡ്യൂൾസുമായിട്ട് ബന്ധപ്പെടുത്തുകയായിരുന്നു. കാരണം പാകിസ്ഥാൻ ഈ ISISനെ വലുതായിട്ട് സഹായിച്ചിരുന്നില്ല മുൻപ്. പക്ഷെ ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നില്ല, അവർ പിന്തുണ കൊടുക്കുന്ന ISISനാണ്. കാരണം അവർ അൽ-ഖ്വയ്ദയെ കൊടുത്തിരുന്നു, ജയ്ഷെ മുഹമ്മദിനെ കൊടുത്തിരുന്നു. ഇപ്പൊ അവരെക്കാളൊക്കെ പ്രിയവർക്ക് ISIS ആണ്. അപ്പൊ ISISുമായിട്ട് ഈ മൊസാദിനെ കണക്ട് ചെയ്തിട്ട് ഇടനിലക്കാരായി മുനീർ നിൽക്കുകയും ആയുധങ്ങളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെയുള്ളത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാൻ ആണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തവുമാണ്. ഈ വിവരങ്ങൾ അമേരിക്കയ്ക്കും കൃത്യമായി തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ നടന്ന ഓപ്പറേഷൻസ്, ഈ ജമ്മു കാശ്മീരിലെ ഓപ്പറേഷന് തൊട്ട് മുമ്പ് തന്നെ ഹമാസിന്റെ ലീഡർമാര് ഈ രാജസ്ഥാൻ ബോർഡറിൽ എത്തിയിരുന്നു. അവര് ഈ പറയുന്ന മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി ഉദ്ഘാടനം ചെയ്ത അവരുടെ ഈ സൈനിക പുതിയ കോംപ്ലക്സ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. POK പാക് അധിനിവേശ കാശ്മീരിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹമാസിന്റെ നേതാക്കൾ വന്നിരുന്നു. ഹമാസിന് നമ്മുടെ ഇന്ത്യയിൽ പോലും സ്ലീപ്പർ സെല്ലുകളും ഹമാസിന്റെ ആരാധകരും ഹമാസിന്റെ ഫാൻ ബേസുകളും വളരെയധികം കൂടുന്നതും രാജ്യത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യം എപ്പോഴും വിജിലന്റ് ആയിരിക്കുമല്ലോ, എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ത്യൻ സംവിധാനം ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്നാണ് അത് വളരെ സജീവമായത്. ഹമാസിന്റെ ഒരു വലിയ, കാരണം ഇന്നലെ പാലസ്തീൻ കാര് വളരെ വൃത്തികെട്ട രീതിയിൽ ഹമാസിനെ പറഞ്ഞു, പാലസ്തീൻ ഭരണാധികാരികൾ. പക്ഷെ അപ്പോഴും ഇവിടെയുള്ളവർ ഹമാസിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് പ്രത്യേകമായ ഒരു മനസ്ഥിതി ഉള്ള ഒരു വിഭാഗക്കാരാണ് ഇന്ത്യയിലും ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും താമസിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് മതമൗലിക. കാരണം ഈ രാജ്യത്ത് താമസിക്കുകയും ഈ രാജ്യത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കുകയും സുഖം അനുഭവിക്കുകയും ചെയ്ത് ഈ രാജ്യം എങ്ങനെ തകരണം എന്നുള്ളതാണ്. കാരണം ഇന്നലെയൊക്കെ ജമ്മു കാശ്മീരിലൊക്കെ പോയിട്ട് ബൈച്ചെടുക്കുന്നവരുടെ മുമ്പിലൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാനാണ് വരുന്നത്, ഹിന്ദുസ്ഥാൻ അല്ല എന്ന് പറയുകയും, എന്നാൽ ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളുടെ വരുമാനം കൊണ്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാനെന്ന്, ഇല്ല ഞാൻ നിൽക്കുന്ന മണ്ണ് ഇന്ത്യയാണ് എന്നൊരു ചിന്ത പോലും അവർക്കില്ല. അങ്ങനെയുള്ള മതം തലക്ക് പിടിച്ച ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളാണുള്ളത് ഏഷ്യയിൽ. അതിലൊന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും, ഒന്ന് ഇന്ത്യയുമാണ്. അപ്പം അത്തരത്തിലുള്ളവർക്ക് ഇടയിലേക്ക് ഹമാസിന് വലിയ സ്വീകാര്യത കിട്ടി. കാരണം അത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു രീതി അങ്ങനെയാണ്. ഒരച്ഛൻ മരിച്ചു പോയാൽ അടുത്ത ഒരാളെ അപ്പനാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് അവർക്ക് അൽ-ഖ്വയ്ദയും ISIS ഒക്കെ ആയിരുന്നു. അതെല്ലാം ഏകദേശം ലോകത്തെമ്പാടും അപ്രത്യക്ഷമായപ്പോൾ അവരിപ്പോ ഹമാസിന്റെ പിന്നാലാണ്. ഹമാസിനാണ് ഇപ്പൊ മൈലേജ് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയിലുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പൊക്കിക്കൊണ്ട് വരുന്ന ഒരു രാജ്യമുണ്ട്, ചൈന. അവർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ തകർന്നു പോകും. അപ്പൊ പിന്നെ ഒരു അപ്പം വേണമല്ലോ.
ഇന്ത്യക്കെതിരെ ഒരു അപ്പം വേണ്ടേ? ഉള്ള അപ്പന്മാരെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു അപ്പം വേണ്ട. അപ്പം ചൈന ആയാലും മതി എന്നാണ് അവരുടെ അപ്പൊ ചൈന കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മതമൗലികവാദികളുടെ ചാനലിൽ ചൈനയെ പുകഴ്ത്തിക്കൊണ്ട് ചൈനയാണ് എന്ത് മിടുക്കെന്നോ കൈയടിക്കടാ ചൈനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ചൈനയുടെ വലിയ രസം എന്ന് വെച്ചാൽ ഈ ലോകത്തെമ്പാടും മുസ്ലിങ്ങൾക്ക് ഒരു ഖുറാനേ ഉള്ളൂ. ചൈനയിൽ ആ ഖുറാൻ അല്ല അവിടുത്തെ മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്നത്. ചൈനയിൽ 63-70 പേജുകൾ എങ്ങാണ്ടേ ഉള്ളൂ അവിടുത്തെ ഖുറാനകത്ത്. വളരെ കുറച്ച് പേജുകൾ ഉള്ളൂ അതിൽ. ബാക്കിയുള്ള പ്രധാനപ്പെട്ട അതായത് അവരുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ മറ്റു മതങ്ങളെയൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയുന്നതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് സെൻസർ ചെയ്ത ഖുറാൻ ഒരുപക്ഷെ ചൈനീസ് ഖുറാനിൽ ഈ സോഷ്യലിസം ഒക്കെ എഴുതി ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തെല്ലായിടത്തും ഖുറാൻ ഒരേ രീതിയിൽ മത ബുക്കുകളൊക്കെ ബൈബിൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഇത് ഒരുപോലെ തന്നെയാണ്, ഭഗവത്ഗീത ഒരുപോലെയാണ്. പക്ഷെ ഈ ചൈനയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് ക്രമാന്തരത്തിൽ ഇവർ മിണ്ടില്ല. അവിടെ ഉയ്ഗൂറുകൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അവർ മിണ്ടില്ല. പള്ളി ഇവിടെ സ്കെച്ചും പ്ലാനും വരച്ചു കൊടുക്കുന്നത് ചൈനീസ് ഭരണകൂടമാണ്. ഇത് ഇവിടുത്തെ പോലെ മിനാരം കെട്ടി അതിന് മുകളിൽ ലയിച്ചിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഈ ബുദ്ധ വികാരങ്ങളുടെ ഒരു സമാനമായ രീതിയിലാണ്. അതിൽ പെയിന്റ് അടിക്കണമെങ്കിൽ ചൈനയോട് ചോദിക്കണം ഏത് പെയിന്റ് ആണ് ഞങ്ങൾ അടിക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അതൊന്നും ഇവർ കണ്ടില്ല, ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടുള്ളത്. ഇവരത് മനഃപൂർവ്വം ഇവിടുത്തെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നു. കാരണം അവർക്ക് നിലവിൽ അപ്പനില്ലല്ലോ. കാരണം ഇന്ത്യക്കെതിരെ നിൽക്കുന്നത് ചൈനയാണ്. അപ്പൊ ചൈന അപ്പനൊക്കെ ആയിട്ട് കണ്ടാൽ മതി, അയാൾ ക്രൂരനാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്കിട്ട് തല്ലിയാലും കുഴപ്പമില്ല, പക്ഷെ ഇന്ത്യക്കെതിരെ ആണല്ലോ എന്നൊരു ധാരണയിലാണ്. അപ്പം അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരുടെ ഇപ്പോഴും അവർ ഏറ്റുപിടിച്ചിരിക്കുന്നത് ചൈനയാണ്. ഇപ്പൊ പാകിസ്ഥാൻ നമ്മൾ തിരിച്ചടി കൊടുത്ത് പാകിസ്ഥാൻ അല്പം ഡൗൺ ആയി കഴിഞ്ഞാൽ ധനുഷ് ഉറപ്പായിട്ടും നോക്കും ചൈനയുടെ എല്ലാ വാർത്തകളും ഇത്തരക്കാർ ഹൈലൈറ്റ് ചെയ്യുകയും ചൈന ഹീറോ ആണെന്ന് പറയുകയും ചെയ്യാൻ ഒരു മടി ഇവർക്ക് ഉണ്ടായില്ല. അത് എല്ലാ കാലത്തും ഇവരുടെ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പാകിസ്ഥാന്റെ കരസേനാ മേധാവി മുനീർ ഈ ISIS-നെ കുറച്ചുകൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ ISIS-ന്റെ മുഴുവൻ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവന്നു. ബംഗ്ലാദേശ് ഇപ്പോൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടത്. കാരണം ബംഗ്ലാദേശിന്റെ പല ഭാഗത്ത് ISIS ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് ഇനി അത് നശിക്കാൻ പോകുന്നു, അത് സ്വയം നശിച്ചോളൂ. അപ്പം ഈ ഒരു സാഹചര്യം അപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇന്ത്യയെ സഹായിക്കുക എന്നതിലുപരി അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ഹമാസിന് എല്ലാ പിന്തുണയും നൽകുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് കൃത്യവും വ്യക്തമായ ധാരണ അവർക്കുണ്ട്. ആ അവസരം അവർ മുതലെടുക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പാണ്. നമുക്കറിയാം കാർഗിൽ യുദ്ധത്തിൽ പോലും നമ്മൾ അവരുടെ സഹായം നമുക്ക് അവർ തന്നിട്ടുണ്ട്, നമ്മൾ അത് നേടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികം മാത്രമാണ്. പക്ഷെ ഇത് ഒരു രാജ്യവും പറയാറില്ല എന്തൊക്കെ വെപ്പൺസ് ആണ്. ഒരുപക്ഷെ ഈ തിരിച്ചടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കാർഗിലിന്റെയൊക്കെ അങ്ങനെയാണ്, തിരിച്ചടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഡിഫൻസ് അനാലിസിസ്റ്റുകളോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ വാർ റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകളോ ഒക്കെ വളരെ സമഗ്രമായി തന്നെ ഇതിനെക്കുറിച്ച് പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതാണ് അവരുടെ ഒരു കാര്യം. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇപ്പൊ വാരി പുണരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടൊന്നുമല്ല. പകരം ചൈന ഇപ്പോൾ ഒരു യുദ്ധം ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്നത് താരിഫിന്റെ പേരുള്ള യുദ്ധമാണ്. വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ളതല്ല, താരിഫിന്റെ പേരുള്ള. അപ്പൊ അതിനകത്ത് ഈ ചൈന വളർന്നു വരുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ ഒരു കലിപ്പുണ്ട്. അത് തന്നെയുമല്ല, നിലവിലെ അമേരിക്ക കരുതുന്ന ഒരു വലിയ സാധനമാണ്. കാരണം അമേരിക്കയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, അതായത് തായ്വാന് ചൈന ഏത് നിമിഷവും ആക്രമിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇവിടെ ഒരു ഗ്രിപ്പ് വേണം ഏഷ്യയിലെ. പാകിസ്ഥാനെ പിടിച്ചിട്ട് കാര്യമില്ല, കാരണം പാകിസ്ഥാൻ ചൈനയുടെ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ ചൈനയുടെ ഒരു സാമന്തന്മാരുടെ കണക്കാണ്. അപ്പൊ പാകിസ്ഥാനെ പിടിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇന്ത്യ കണക്കുള്ള രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ സമുദ്രത്തിന്റെ അതിർത്തി പോലും ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സമുദ്രാതിർത്തിയിൽ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ തായ്വാൻ ചൈന വാറിലേക്ക് പോകുന്നത്. അപ്പൊ അതിനെല്ലാം ഇന്ത്യയെ കൂട്ടുപിടിച്ചേ പറ്റൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ വരുന്നത് അവരുടേതായ ഒരു കാരണം പ്രധാനമായിട്ടുണ്ട്. അമേരിക്ക ഇപ്പൊ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്ക് അവരുടേതായ ഒരു റീസൺ ഉണ്ട്. കാരണം അവരുടെ റീസൺ ചൈനയാണ്. കാരണം ഈ ഒരു യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു ഫുൾ ഫ്ലിഡ്ജിലേക്ക് പോയാൽ അത് സമ്പൂർണ്ണ യുദ്ധമായിട്ട് മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചൈന തായ്വാനെ പിടിച്ചെടുക്കും. കാരണം അതിനുള്ള എല്ലാം അവർ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പൊ ഈ ഒരു തിരിച്ചടിയിലൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും തായ്വാൻ അവരുടെ ഒരു ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം തായ്വാനെ രക്ഷിച്ചില്ല എങ്കിൽ ചൈന കൂടുതൽ പിടിമുറുക്കും, ആഗോള ശക്തിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം അമേരിക്ക കാണും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളും കാര്യങ്ങളും ഈ ഒരു വിഷയത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് അനാലിസിസ് ചെയ്ത് നേരത്തെ തന്നെ വന്നിരുന്ന കാര്യമാണ്. ഈ മൊസാദിന്റെയൊക്കെ വിവരം അവര് ഈ പാകിസ്ഥാനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള വിവരം നേരത്തെ തന്നെ വന്നിരുന്നതാണ്. മുമ്പ് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെ ഈ ഇസ്രായേൽ ഒരു വാർണിംഗ് ഇന്ത്യക്ക് കൊടുത്തിരുന്നു. കാരണം ഈ പാകിസ്ഥാനിൽ ആണവ നിലയങ്ങൾ ഉയർന്നു വരുന്നു, നിങ്ങളൊന്ന് അനുവദിച്ചാൽ ഞങ്ങളൊന്ന് തകർത്തു തരാം, കാരണം ഇതൊരു ഈ ഏഷ്യയിൽ അതൊരു തലവേദനയായി മാറും എന്ന് പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്തും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, ഇതിന്റെ തല പോകുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇപ്പോഴത്തെ ടെററിസത്തിന്റെ അത് ഞങ്ങൾ തകർക്കും എവിടെയായാലും എന്ന്. ഇപ്പൊ ഏതായാലും ഒരു സമയം സമാഗതമായിരിക്കുന്നു. ഒരുപക്ഷെ ധനുഷ് പറഞ്ഞതുപോലെ 48 മണിക്കൂറിനകം തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ
കൃത്യമായി തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാക് മീഡിയാസ് ഇസ്രായേലും ഇന്ത്യയും അത് ശ്രദ്ധേയമാണ് കേട്ടോ. സംയുക്തമായി പറയൂ പറയൂ. പാക് മീഡിയാസിന്റെ ആ ഒരു സാധനം അത് എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ആ, രാജ്യത്ത് ആ യുദ്ധ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല എങ്കിലും, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ചർച്ചകളൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. പാകിസ്ഥാൻ സമഗ്രമായി വിശകലനം ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നൊരു കാര്യം, യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകില്ല, പകരം അവർ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ, നമ്മുടെ ആണവ ഉം. റിയാക്ടറുകൾ, നമ്മുടെ ടോപ്പ് ലീഡേഴ്സ്, ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ നീങ്ങുന്നത് എന്നാണ് അവര് ഇന്നലെ രാത്രി നമ്മൾ ചർച്ചയില്ല, ഞാനത് കേട്ടു. ഒരുപക്ഷെ നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അതെ അതെ. പാക് അധിനിവേശ കാശ്മീരിൽ കയറിയിട്ട് അവിടെ അടിക്കും ഇവിടെ അടിക്കുന്നൊക്കെയാണ്. പക്ഷെ അല്ല, അവരങ്ങനല്ല, അവർ ഞാൻ പല പറയുന്നത് പ്രതിരോധ കൃത്യമായിട്ടാണ് അവർ വിദഗ്ധരുമായിട്ട് സംസാരിക്കുമ്പോഴുണ്ടല്ലോ, ഇവര് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭീകരവാദികളല്ല, അജ്ഞാതൻ ഭീകരവാദികളെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ അസീം മുനീറിനെ പോലെയുള്ള പാകിസ്ഥാൻ പട്ടാള മേധാവികൾ, അവിടെയുള്ള പാക് മന്ത്രിമാർ, ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് കൃത്യമായിട്ട് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. ബിജേട്ടാ, ഈ മൊസാദ് ഇപ്പോ ഈ പാകിസ്ഥാനിൽ വന്ന് ഇപ്പോ ഇന്ത്യയുമായിട്ട് പണിയെടുക്കുന്നു എന്ന് ഈ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും ലോകരാജ്യങ്ങളോട് വിളിച്ച് പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ആ ഒരു കരുത്തും ഇന്ത്യയുടെ ആ ഒരു അതിഭീകരമായിട്ടുള്ള ശക്തിയൊന്നുമല്ല. അവർ പ്രധാനമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ തകർക്കാൻ പോകുന്നു, ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു അസ്ഥിരത ഈ ഈ ഇന്ത്യ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ നിലവിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ ഈ മൊസാദുമായി ചേർന്ന് നടത്തുന്ന പ്ലാൻ എന്നാണ് ബിജുചേട്ടന് തോന്നുന്നത്? എന്തായിരിക്കും ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ല, സാധാരണ നമ്മൾ ഈ നമ്മുടെ സൈനികരായാലും അല്ലെങ്കിൽ പോലീസായാലും ഒക്കെ മറ്റ് രാജ്യങ്ങൾ പരിശീലനത്തിന് പോകാറുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ പരിശീലനത്തിന് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തും വളർന്നു വരുന്ന ടെറർ ഗ്രൂപ്പുകളുണ്ട്, ഇല്ലെങ്കിൽ ഓരോ രാജ്യത്തും വളർന്നു വരുന്ന ഗ്രൂപ്പുകളുണ്ടാകും. ആ ഗ്രൂപ്പുകളുടെ സ്വഭാവം, രീതി ഇതെല്ലാം വ്യത്യസ്തമാണ്. അതിനെ പഠിക്കുവാനായിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സൈനിക അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററിയുടെ ഒക്കെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഈ ചിലപ്പോൾ ഒരുപക്ഷെ ഈ മൊസാദിന്റെ അടുത്തോ ഇല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു ഷോർട്ട് ടൈം ഉണ്ട്. ഇപ്പൊ ഈ റഷ്യയിലുമൊക്കെ അവിടുന്ന് ഇങ്ങോട്ടും വരാറുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും പോകാറുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകൾ എന്ന് പറയുന്നത് അൽ ഖ്വയ്ദയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഉള്ള ഒരു സംഘടനയാണ്. അവരുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോഴേക്കും അവിടെ IS കണക്കുള്ള സംഘടന വരും. ഈവൻ ഈ താലിബാനും ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ആ രീതികൾ പരിചിതമാണ് നമ്മുടെ ഒരു ഇതില്. പക്ഷെ അവിടേക്കാണ് ഈ ഹമാസിനെ പോലെയുള്ള ഒരു ഭീകര സംഘടന വരുമ്പോൾ ഓരോ ടെറർ ഗ്രൂപ്പിനും ഓരോ മെത്തേഡാണ്. എല്ലാവരും തോക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതല്ല, ഓരോ രീതിയാണ്. ഇപ്പൊ നമ്മുടെ ആഫ്രിക്കയിലൊക്കെ ഉള്ള ഭീകര ഗ്രൂപ്പുകളുണ്ട്, അവരുടെ വേറൊരു മെത്തേഡാണ്. അപ്പൊ ഈ മെത്തേഡുകൾ പഠിക്കുക, അവരുടെ രീതികൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക, ഇത് എല്ലായിടത്തും ചെയ്യുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലയിടത്തൊക്കെ സംയുക്ത സൈനിക അഭ്യാസങ്ങളും മറ്റും അതിന്റെ ട്രയൽസും എല്ലാം നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇല്ലെങ്കിൽ ഹമാസിന്റെ റൂട്ടുകളെ കുറിച്ചും, ഇപ്പൊ ഹമാസ് ആണ് എന്റെ ഒരു ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഹമാസ് എന്ന് കണ്ടെത്തിയത്, ഈ ഇപ്പൊ ഇസ്രയേലിൽ നടന്ന കൊലയുടെ സമാനമായ രീതികൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിയത്. ഇപ്പൊ കൂടുതൽ കൂടുതൽ തെളിവിലേക്ക് നമ്മൾ അത് എത്തുമ്പോൾ ഒരുപക്ഷെ അതിന് മൊസാദിന്റെ സഹായം തേടിയിരിക്കാം, അതിന്റെ കൂടുതൽ തെളിവുകൾ കളക്ട് ചെയ്യാൻ തേടിയിരിക്കാം. കാരണം അവർക്ക് കൃത്യമായി ഉം. തന്നെ അറിയാൻ പറ്റും ഇതിന്റെ പിന്നിൽ മുസാദാണെന്ന്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തേങ്ങ മോഷ്ടിക്കുന്ന ഒരു കള്ളൻ, ആ കള്ളനെ കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള പോലീസിന് മാത്രമേ അറിയാൻ കഴിയില്ല, നമ്മുടെ നാട്ടുകാർക്ക് അതിനെ കുറിച്ച് കൃത്യമായി അറിയാൻ കഴിയും. നേരെ മറിച്ച് ഒരു ഹൈ ടെക്നോളജിയിൽ ഡ്രോൺ വഴി വന്ന് തേങ്ങ മോഷ്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അല്പം ബുദ്ധിമുട്ടായിരിക്കും ഇത് എങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ ഡ്രോൺ വഴി വന്ന് തേങ്ങ മോഷ്ടിച്ചോടെങ്കിൽ ഒരു സ്ഥലം കാണുമല്ലോ. അപ്പൊ അവിടെയുള്ള വിദഗ്ധരുമായിട്ട് ഇല്ലെങ്കിൽ അവിടെയുള്ള ഓഫീസേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കും, ഇത് എങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്, എന്താ എവിടെ വെച്ചായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ അന്വേഷണ സംഘത്തിനോട് സഹായകരമായിട്ടായിരിക്കാം. കാരണം അങ്ങനെ ഈ അന്വേഷണ സംഘത്തിന് സഹായകരമായിട്ട് ഇപ്പം മറ്റു രാജ്യങ്ങളിലെ ആളുകൾ നമ്മളോട് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട്. കാരണം അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഇപ്പൊ അതിന് അനുകൂലവും കൂടിയാണ്. കാരണം നമ്മൾ തഹാവൂർ റാണയുടെ കേസ് തന്നെ നമുക്കറിയാം. റാണ ഉം. കൈമാറുന്നതോടൊപ്പം ഇവിടെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞ റാണ വന്നിട്ട് റാണ ഒന്നും പറഞ്ഞില്ല എന്ത് ചെയ്യും, അയാൾ ഇപ്പൊ തന്നെ അയാൾ ഒരു മരണത്തിന്റെ ഒരവസ്ഥയിലാണ്, അയാൾക്ക് ബുദ്ധിയില്ല, മറന്നുപോയത്. അയാള് തഹാവൂർ റാണ വന്നതിന് തൊട്ട് പിന്നാലെ അമേരിക്ക ആ, 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 മുമ്പ് വളരെ കാലം മുമ്പ് തഹാവൂർ റാണെ അറസ്റ്റ് ചെയ്തപ്പോൾ ചോദ്യം ചെയ്ത വീഡിയോ ഓഡിയോ ടേപ്പ് സഹിതമാണ് ഇന്ത്യക്ക് കൈമാറിയത്. ഇപ്പൊ അങ്ങനെ ഒരു ഉം. സിസ്റ്റത്തിലാണ് പോകുന്നത്. കാരണം ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ടെറർ ഗ്രൂപ്പുകളുടെ രീതിയും ഒക്കെ. ഇവരുടെ പൊതു ലക്ഷ്യം ഒന്നാണ്, ഇവർ വിനിയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തുരങ്കം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജമ്മു കാശ്മീരിലെ ഈ നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ ടണലുകളാണ് യൂസ് ചെയ്യുന്നത് പല ഭാഗത്തും. അത് ഒരു ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെ സംബന്ധിച്ച് അതൊരു പുതുമയുള്ള കാര്യമാണ്. കാരണം ജമ്മു കാശ്മീർ മറ്റുള്ള പ്രദേശം പോലെയല്ല, അവിടെ ഈ ടണലുകളും മറ്റുമൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ കുഴിച്ചെടുത്ത് ഇപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ അല്പം റിസ്ക് ഉള്ള കാര്യമാണ്.
പക്ഷെ അങ്ങനെയുള്ളത് ടണൽ വഴി വരുന്നുണ്ട് ഭീകരവാദികൾ. അപ്പോൾ തന്നെ അതൊരു പുതുമയുള്ള ഏതോ ഒരു ഗ്രൂപ്പ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, വനപ്രദേശങ്ങളിൽ ഈ പിന്നെ ടെററിസ്റ്റുകൾ തമ്പടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഈ അന്വേഷണം നീങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പണി നഷ്ടപ്പെട്ട ഒരുപാട് പട്ടാളക്കാരുണ്ട് വേലയും കൂലിയൊക്കെ. ഈ താലിബാൻ വന്നപ്പോഴത്തേന് അവരുടെയൊക്കെ പലരുടെ പണി നഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അവർക്ക് എങ്ങനെയും ജീവിക്കണം. അതിനകത്ത് ബഹുഭൂരിപക്ഷം പേരും പാകിസ്ഥാനിൽ അഭയം തേടിയിരിക്കുക. പാകിസ്ഥാൻ ഇവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ കാശ്മീരിലേക്ക് കടത്തിവിടുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാനിലുള്ള മലയിലും കാട്ടിലും ഒക്കെ യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതുവരെ നമ്മളുടെ ഈ പരിചിതമല്ലാത്ത ഈ വനത്തിൽ, കൊടും വനത്തിനുള്ളിൽ തന്നെ തങ്ങിക്കൊണ്ട് 4, 5, 10 ദിവസമൊക്കെ തങ്ങിക്കൊണ്ട് ടെറർ അറ്റാക്ക് നടത്താൻ കഴിയുന്ന ഈ വരുന്നത്. കൂടുതലും വിദേശ ഭീകരർ എന്ന് പറയുമ്പോൾ ഈ അഫ്ഗാനികൾ ഉൾപ്പെടെയുണ്ട്. അഫ്ഗാനികൾ എന്ന് വെച്ചാൽ ഇപ്പൊ അഫ്ഗാൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി വരുന്നതല്ല, അത് പാകിസ്ഥാൻ ഇവരെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് ഗതിയില്ലാതെ വന്ന് കിടക്കുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുന്നതാണ്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെറർ ഇതിനെ നമ്മൾ ഇത് ചെയ്യുന്ന ആവശ്യമില്ല. അപ്പൊ ആ മൊസാദിനെ ആ ഒരു അർത്ഥത്തിൽ, നല്ലൊരു അർത്ഥത്തിൽ കാണുന്നതാണ് കുറച്ചുകൂടെ. ഇപ്പൊ പാക് മാധ്യമങ്ങൾ പറയുന്നതൊക്കെ ഇനിയിപ്പോ അവരെ ആക്രമിക്കാനാണ് എങ്കിൽ അങ്ങനെയും നമുക്ക് കരുതാം. ഏതായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മുടെ ഈ രാജ്യത്ത് പിടഞ്ഞു വീണ ഈ നിരപരാധികളുടെ രക്തത്തിന് പകരം ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് അതെ നമ്മുടെ അതെ മുമ്പിലുള്ള ഏക ലക്ഷ്യവും കാര്യങ്ങളും എല്ലാം. അതെ, എന്തായാലും ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ ഹമാസിന് നമ്മുടെ രാജ്യത്ത് ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിയതിൽ ഹമാസ് ഒരു പിന്തുണ കൊടുത്തിട്ടുണ്ട്, ഹമാസിന് പങ്കുണ്ട്. പാക് അധീന കശ്മീരിൽ ഹമാസിന്റെ നേതാക്കൾ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കൾ ഹമാസിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണമുണ്ട്. ഇവര് ഇന്ത്യയിൽ കശ്മീരിൽ ഭീകരാക്രമണം നടന്നപ്പോഴും ഇവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്, ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്, ഇവര് വാക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇവര് പറയുന്നത് ഇസ്രായേലിൽ ഇവരുടെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഇവര് ആ ഒരു ലൈൻ കൂട്ടിക്കെട്ടുകയാണ് അവർ. അതായത് ഇസ്രായേൽ എങ്ങനെയാണോ ഹമാസിലേക്ക് കടന്നു കയറിയത് അവിടെ നിങ്ങൾ പ്രതികരിക്കാതിരുന്നു, അവിടെ നിങ്ങൾ പ്രതികരിക്കാതിരുന്നു, പക്ഷെ ഇവിടെ ഞങ്ങൾ പ്രതികരിക്കും, കാരണം ഇവിടെ മരിച്ചു വീണിരിക്കുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടുകയാണ്. അതായത് ഈ ഇസ്രായേൽ ചെയ്ത അതേ സംഭവം തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആംഗിളിനെ തിരിച്ചു വിടാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം IS RSS എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ, അതുപോലെ അങ്ങ് വെള്ളപൂശി എടുക്കുകയാണ്. അപ്പോ ഇങ്ങനെ പറയുന്നവന്മാരുടെ മണ്ട അടിച്ചു പൊട്ടിക്കണം എന്നുള്ളതാണ്, അതിനൊരു നിയമം കൊണ്ടുവരണം ഇവിടെ എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഭീകര സംഘടന കൃത്യമായിട്ട് പാകിസ്ഥാന് വെള്ളവും വളവും കൊടുക്കുന്നു, പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുക്കുന്നു, നമ്മുടെ രാജ്യത്ത് വന്ന് ഇവന്മാർ അതിനകത്ത് കയറി കളിക്കുന്നു. ഇതിനെ നിരോധിക്കുകയും ചെയ്യണം. ഈ തിടംപേറ്റുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ ആനപ്പുറത്തൊക്കെ തിടംപേറ്റുന്ന കുറവന്മാരൊക്കെ ഉണ്ടല്ലോ, അവന്മാരെയൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ നിരോധിച്ചത്, എങ്ങനെയാണോ അവന്മാർക്ക് ഇപ്പം സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്നത്, അതുപോലെ അവന്മാരെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം. കാരണം നമ്മളൊരു വാർത്ത കൊടുത്തിട്ട് ആ വാർത്ത ഇപ്പൊ പാക് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്, നമ്മുടെ താഴെ വന്നിട്ട് ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്ന സുഡാപ്പികൾക്ക് ഇത് സമർപ്പിക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.